ഹലോ ഗായ്സ്, അപ്പോ ഇന്ന് ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ പോണുണ്ട്. അതായത് ലഡാക്കിലേക്ക് പോണ ഡേ. അതന്നെ, ലഡാക്കിലേക്ക് പോണ ഡേ ആണ്. ഈ പറഞ്ഞതുപോലെ പോണ സ്ഥലങ്ങൾ പോണ വഴികളും സംഭവങ്ങളൊക്കെ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ അത് കൂടാണ്ട് ഭയങ്കര സീനൊക്കെയാണെന്നാണ് പറയണത് അവിടെ. ഞങ്ങൾക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ഒന്നും അറിയാൻ പാടില്ല. നല്ല തണുപ്പുണ്ട്. പിന്നെ എങ്ങനെ പോണെന്ന് വെച്ചാല് ലിഫ്റ്റ് അടിച്ചിട്ടൊക്കെയാണ് പോവാൻ പോണത്. ദൈവം കണ്ട്. അപ്പൊ ഏതായാലും ഗൈസ് വീഡിയോയിൽ പാക്കലാം. കം ഓൺ ഗൈസ്. അപ്പോഴത്തേക്ക് ഇതൊരു ലോറിയാണ്. ലോറിയിലാണ് നമ്മൾ ഫസ്റ്റ് തന്നെ കയറിയത്. പറഞ്ഞതുപോലെ ഫോണിലൊന്നും ചാർജ് ഇല്ലാത്ത കാരണമാണ് ഇങ്ങനെ ചെറിയ ചെറിയ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ എടുത്തിട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഗൈസ്. ഇതാണ് ഡ്രൈവർ. ഒരു പാവം മനുഷ്യനാണ്. പിന്നെ ഈ റൂട്ടിൽ കൂടിയൊക്കെ വണ്ടി ഓടിക്കാനായിട്ട് ഭയങ്കര സീനാണ്. അത്രയ്ക്ക് എക്സ്പീരിയൻസ് റൈഡേഴ്സിന് മാത്രമേ ഇതിൽ കൂടിയൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഏതായാലും വിഷയം ട്രിപ്പാണ്. ഏതായാലും കൊള്ളാം. പിന്നെ നമുക്കത് കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു വണ്ടിയിൽ നമുക്കൊരു ലിഫ്റ്റ് കിട്ടിയായിരുന്നു. ഇതൊക്കെ ഷോർട്ടായിട്ട് പറയണത് വേറൊന്നുമല്ല കേട്ടോ. ഫോണിൽ ചാർജ് ഇല്ലാത്ത കാരണം മാത്രമാണ്. പിന്നെ ഞങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസും കൊണ്ടും കേട്ടോ ഗൈസ്. അപ്പോഴത്തേക്കും നിങ്ങൾക്കൊന്നും തോന്നിയേക്കരുത്, അൺസബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ട് പോയേക്കരുത് ഗൈസ്. ഇപ്പം നമ്മൾ ഏതായാലും എത്താനായിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടിയൊക്കെ പോകാനുണ്ട് ഗൈസ്. കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടുള്ള പ്ലേസും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നമ്മൾ പോണേണ് ഗൈസ്. അയ്യോ, ഇനി എത്താനായിട്ട് എന്തോരം ഉണ്ടെന്ന് കളച്ചോന്നുണ്ട് ഗൈസ്. എല്ലാം ചെറിയ ചെറിയ ക്ലിപ്പുകൾ മാത്രമായിട്ടാണ് ഗൈസ് എടുത്ത് വെച്ചേക്കണത്. വേറൊന്നുമല്ല, വണ്ടിക്ക് സമയമില്ല, ഞങ്ങൾക്ക് സമയമില്ല, ഹെൽത്ത് ഇഷ്യൂസ്. പിന്നെ ഫോണിലാണെങ്കിൽ ചാർജുമില്ല ഗൈസ്. അത് തന്നെ സംഭവം ഗൈസ്. ഈ ഒരു സ്പോട്ടൊക്കെ ഉണ്ടല്ലോ, ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്നില്ലെങ്കിൽ ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ. എന്തായാലും എല്ലാവരും എത്താനായിട്ട് വെക്കുക. എങ്ങനെയുണ്ട്, നീല വെള്ളമല്ലേ ഗൈസ് കിടക്കണത്, വിഷയം. അപ്പോൾ ഞങ്ങൾ ലഡാക്കിലൊക്കെ പോയി റിട്ടേൺ വന്നു. ആകെ ടയേർഡാണ്. ഇന്ന് ഞങ്ങൾക്ക് ബസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടുന്ന്. ബട്ട് ഇന്ന് പോകാനായിട്ട് പറ്റില്ല. ഇവിടെ എന്തോ ഉരുൾപൊട്ടലോ എന്താണ് സംഭവം, ആ ഒരു സംഭവങ്ങളൊക്കെ ആയതാറ് ഞങ്ങൾക്ക് നാട്ടിലേക്ക് വരാതെ ഞങ്ങൾ ഇവിടെ അത് തന്നെ പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഞങ്ങൾക്ക് കൂടുതൽ ലഡാക്കിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ ഫുട്ടേജും കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെയും ബ്ലോക്ക് ആയിരുന്നു. പിന്നെ അത് കൂടാതെ ഞങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഭയങ്കര സീനായിരുന്നു അല്ലേ ബ്രോ? ഭയങ്കര ശോകമായിരുന്നു. ഇപ്പോഴും ഭയങ്കര സീനാണ്. ഈ പറഞ്ഞ പോലെ സ്കിന്നൊക്കെ പോയി ആകെ പെട്ടപ്പൊക്കെ കണ്ട. ഇപ്പൊ കറക്റ്റ് മണാലി ഗൈസ് ആയി ഞങ്ങൾ. എടാ ഇപ്പഴും കണ്ട ചുമയാണ്, കൊരയാണ് ഗൈസ്. ആകെ പെട്ടിരിക്കുന്ന സിറ്റുവേഷൻ ഒക്കെയാണ്. ഈ വഴിക്ക് പോവല്ലേ. ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനായിട്ടുണ്ട്. ഞങ്ങൾ ഏതായാലും 5000 രൂപ എന്നുള്ളൊരു സീനിലാണ് വന്നത്. മക്കളെ, പൈസ ഇല്ലാതെ ഒരു പരിപാടിക്ക് ഇറങ്ങരുത്. എത്തിച്ചേരാൻ പറ്റി. ഞങ്ങൾക്ക് ഇവിടെ ഈ പറഞ്ഞ പോലെ ഡോൺ, ഈ പറഞ്ഞ പോലെ ആമി, അങ്ങനെ ഒരുപാട് ഗായ്സൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണമാണ് നമ്മ ഇങ്ങനെ കഴിച്ചിലായി പോയത്. ഇങ്ങനെ ഇല്ലാത്ത ആൾക്കാർ ഒരു കാരണം വെച്ചാൽ ഈ 5000 രൂപ 5000 ഗുണവേം കൊണ്ടിട്ട് മലയാളികളുണ്ടാവും. പക്ഷേ ഞാൻ ഒരു അഡ്വൈസ് തന്നെയാണ്. നീ പറഞ്ഞ പോലെ 5000 രൂപ എവിടെ ചെന്നാലും ഉണ്ടല്ലോ, പൈസ തന്നെയാണ്. പൈസ വേണം. പൈസ ഇല്ലാതെ ഒരു പരിപാടി നടക്കൂല. പെട്ടുപോകും. ഇല്ലേ? ഇല്ലാന്ന് പറയാൻ പറ്റുമോ? എന്തായാലും പെട്ടുപോകും. 5000 രൂപക്കൊന്നും വെച്ചിട്ട് ഞങ്ങൾ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വരാനായിട്ട് നിക്കല്ലേട്ടാ. ഞങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു 5000 രൂപക്ക് ഞങ്ങൾക്ക് എത്താമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് എത്തിക്കൂടാ? ടീമെ വെറുതെയാണ്, സീനാണ്, ചത്തുപോകും. ബ്രോ 5000 രൂപക്ക് എങ്ങനെയുണ്ട് അത് തന്നെ ഗൈസ്, സീനാണ്. പട്ടിണി കിടക്കണം. ഈ പട്ടിണിയും കിടക്കാം, ഈ പറഞ്ഞ പോലെ വെള്ളവും വേണ്ട, തീറ്റയും വേണ്ട, കുടിയും വേണ്ട, കുളിയും വേണ്ട, എവിടെയും കിടക്കണ്ടെന്നുള്ളൊരു സീനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 5000 രൂപക്കൊക്കെ വരാം. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പെട്ടതാണ്. അത് കാരണമാണ് നിങ്ങൾ പെടാതിരിക്കാനാണ് പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ 5000 രൂപക്കൊന്നും വരാൻ നിൽക്കരുത്. പൈസ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ആയിട്ട് ഇറങ്ങിത്തിരിക്കുക. ഈ കാണുന്ന ഡാവ് ഉണ്ടല്ല, ഇന്നേക്ക് 1,70,70,000 രൂപ എടുത്ത് എങ്ങാണ്ടൊക്കെ സൈക്കിൾ ഓടിച്ച് മാത്രം വന്നതിന് ചിലവുണ്ട്. മനസ്സിലായ? 5000 രൂപക്കൊന്നും ഒരു കാരണം വെച്ചാൽ ഒരു പണിയും നടക്കൂല. അതെ, ഈ ഡാവൊക്കെ ഉള്ള കാരണമാണ്, ഈ ബാക്കിൽ ഇരുന്ന് ഇരിക്കണല്ലേ, ഈ പുള്ളിക്കാരനൊക്കെ ഉള്ള കാരണമാണ് ഞങ്ങൾ കഴിച്ചിലായത്. ഇല്ലെങ്കിൽ പെട്ടുപോയാനോ. സത്യാവസ്ഥ ഇതാണ്. മനസ്സിലായ? ദൈവത്തോർത്ത് 5000 രൂപക്കെന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരുടെ അടുത്തും നാട്ടുകാരുടെ അടുത്തും ബൈ
ഹായ് എന്നൊന്നും പറഞ്ഞിട്ട് വന്നേക്കരുത്. പെട്ടു പോകും. മൂഞ്ചിത്തെറ്റ് ഊഞ്ഞാലാടി ഇവിടെ ഇവിടത്തൊക്കെ കുത്തിയിരിക്കേണ്ടി വരും. ഞങ്ങളെ അവസ്ഥ ഞങ്ങളുടെ അവസ്ഥയിൽ ഇരിക്കേണ്ടി വരും. ഇപ്പൊ അക്കൗണ്ടിൽ നിന്റെ എത്ര ഉണ്ടോ? സീറോ ബാലൻസ്. സീറോ ബാലൻസ്. എന്റെ അടുത്ത് 37 38 രൂപ. ഇനിയിപ്പോ ഇവിടുത്തെ ഡോൺ ടിക്കറ്റ് തന്നിട്ട് വേണം നാട്ടിലേക്ക് വരാനായിട്ട്. അവസ്ഥ പരിതാപകരമാണ്. പിന്നെ ഡാവും നമ്മളെ കുറെ സഹായിച്ചു. അടിച്ചു കൊല്ലുക. അപ്പൊ ഗൈസ് ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ വീഡിയോ. ലഡാക്കിലെ കാര്യം ഞങ്ങൾ പറഞ്ഞായിരുന്നല്ലോ. വലിയ രീതിക്കുള്ള ഫിറ്റേജും കാര്യങ്ങളൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. കുറേച്ചൊക്കെ ഉള്ളു ഗൈസ്. അപ്പൊ ക്ഷമിക്കണം. ഏതായാലും നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരും 5000 രൂപ കയറി വരരുത്. ചത്തുവും പെട്ടുപോവും. ആകെ സീനാണ്. അപ്പൊ ഇതൊക്കെ ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളൂ ഗൈസ്. അപ്പൊ ബൈ.